gold mine underground കടപ്പുവാ. ഹലോ. സോ നമ്മളിന്ന് ഇതേ സ്ഥലം തെയിംസ് എന്നുള്ള സ്ഥലത്ത് ഗോൾഡ് മൈൻ കാണാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഗോൾഡ് മൈൻ്റെ വീഡിയോ ആണ് സ്റ്റാർട്ടിങ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊറമണ്ടൽ എന്നുള്ള സ്ഥലത്ത് പോകുന്നുണ്ട്. കൊറമണ്ടൽ ബീച്ച്, കത്തീഡ്രൽ കോവ്, ഹോട്ട് വാട്ടർ ബീച്ച്, ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡ് മൈൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 1860 1860-കളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ബ്രിട്ടീഷുകാർ ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ ഗോൾഡും സിൽവറും ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ഒരു 7 കിലോമീറ്റർ റേഡിയസിൽ ഇവർ മൊത്തം ഗുഹയുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെ ഗോൾഡ് മൈൻ ചെയ്ത് എടുത്ത് ഓസ്ട്രേലിയയിലേക്കും ബ്രിട്ടീഷ് അവരുടെ എംപയറിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോയ ഒരു കാലഘട്ടം. സോ അതിൻ്റെ ഒരു എന്താ പറയുക ഹിസ്റ്ററിയൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. സോ അത് കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ലുക്ക്? ഹലോ. ഫസ്റ്റ് തന്നെ അവരുടെ ഓഡിയോ വീഡിയോ റൂമിൽ കയറിയിട്ട് അവരവരുടെ പഴയ ഫോട്ടോസ് അതൊക്കെ കാണിച്ചു തന്നു. അതിൻ്റെ കൂടെ തന്നെ അവരൊരു വീഡിയോ നമുക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഗോൾഡ് പുറത്തേക്ക് എടുത്തതെന്ന്. പക്ഷേ കൊച്ചും സ്റ്റാൻസിയും ഉറങ്ങിപ്പോയി. അണ്ടർഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഗോൾഡ് മൈൻ 1860-കളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 7 കിലോമീറ്റർ റേഡിയസിൽ 5 നിലകളിലായിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ടാണിത്. 14 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇവിടെയാണ് ക്യാൻഡിൽസ് വെച്ചിരുന്നത്. അണ്ടർഗ്രൗണ്ട്. ഞാൻ കുനിയുന്നുണ്ട്, നീ കുനിഞ്ഞു. ഹൗസ് ഇറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഒത്തിരി ഉള്ളിൽ നിന്നുള്ള മണ്ണും കല്ലൊക്കെ കൊണ്ടുവന്നിട്ട് വീൽ ബാരോയിലും അതിലൊക്കെ കൊണ്ടുവന്നിട്ട് ഗോൾഡ് ഉണ്ടാക്കണ ക്രഷ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തോണ്ടിരുന്നത്. തലമുട്ടും, നമുക്ക് നിവർന്നൊന്നും നടക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് തല കുനിച്ച് മാത്രമേ ഇതിൽ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. ഇത് കൊള്ളാട്ടോ. ആദ്യമായിട്ട് 2 റൗണ്ടിൽ കയറണം. ഇതൊക്കെ ഇടിഞ്ഞു വിളിച്ച് വീടുണ്ട് ഈശോയെ. This is just to show you that when they started in the mines, they were about 14 or 15 years old. Their first job would have been to push that steel wheelbarrow up and down, because that's when the Cornish miners were here, and they didn't want to spend any money on timber, like I said. So basically, that's what he did. When the investor took over, we know because the timber started coming in, and that's possession, and it ran out of money. All the golds from the hills here in the Coromandel area. പിന്നെ മുന്നോട്ട് പോവാണ്. പുള്ളി നല്ല ക്ലിയർ ആയിട്ട് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇതൊക്കെ സ്റ്റാച്ചു ആണ്. ഇങ്ങനെ വെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു. ഇതിലല്ലേ 2 കളർ. ഇതാണ് ഗോൾഡ്, പിന്നെ സിൽവർ. Let's hammer here, we will get some gold. Now, as you come up, there's a shaft running on the right-hand side here. നല്ല തണുപ്പ്. Above your heads, there's another shaft. ഇതിവിടെ ഒരു സെക്കൻഡ് ഫ്ലോർ ആണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് വന്നത്. ആൻഡ് ഇത് സെക്കൻഡ് ഫ്ലോർ. റേഞ്ചൊക്കെ പോയി. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ റേഞ്ചും പോയി, മൊബൈലിൻ്റെ റേഞ്ച് പോയി. ഇത് ഇത്രയും തിക്നെസ്സാണ് മുകളിലത്തെ നിലയും താഴത്തെ നിലയും തമ്മിലുള്ള. ഇവിടെ സ്റ്റേഴ്സ് ഉണ്ട്, തണുപ്പുണ്ട്. ഓ മൈ ഗോഡ്, കുനിഞ്ഞ പോകുന്നത്. വേണ്ട, സ്റ്റെപ്സ് കയറി വരുന്നുണ്ട്. അമ്മേ, ഞാൻ പോണത് കറക്റ്റ് അല്ലേ? ബാക്കോട്ട്. Oh, another guha. Oh my god, look. എല്ലാവർക്കും ടോർച്ച് കൊടുത്ത് നമുക്ക് ഇറങ്ങാം. എന്താ വേറൊരു ഗുഹയോട് ഗുഹ അല്ല. 14 കിലോമീറ്റർ എന്ന് പറയുമ്പോഴേ നിസ്സാരമല്ല, നടന്നെത്തണ്ടേ. കറക്റ്റ് ഒരു 2 പേരൊക്കെ നടന്നു പോകാനുള്ള വഴിയുള്ളൂ അല്ലേ? ഇതൊക്കെ ഇടിഞ്ഞു പോണോണ്ട് കെട്ടിയേക്കണ ഇതായിരിക്കും.
this size, tennis ball sizes. And then after it comes through the stamper, it turns it into a sand. Okay, and basically that's what gets washed across these beds. All right. Now, where that little lip there is, okay, that's called an amalga table. The gold would sit about where the brown line is. Okay, and whatever. There's still quartz here and mercury, but he's still got gold, silver and mercury together, okay? So what he's got to do, he's got to try and take the mercury out and separate it. 400 degrees. 400 degrees. Yeah, and the mercury would turn into... ഗോൾഡ് മൈനിങ് ഹിസ്റ്ററിയൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാധിക്കുന്നൊരു ഇവിടേക്ക് പോവുകയാണെങ്കിൽ മിസ് ചെയ്യാണ്ട് പോകണം. അപ്പോൾ ഗോൾഡ് മൈൻ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കടലിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ കടലിൽ കാണുന്നതെല്ലാം എന്തോടെ ഇത് പബിൾസാ അല്ലേ, വൈറ്റും കുറേ കളർഫുള്ളായിട്ടുള്ള കല്ലുകളാണ് അങ്ങനെ വന്ന് അടിഞ്ഞേക്കണമെന്ന് തോന്നുന്നു. ഇത് എന്താ പറയുക, ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ റോഡും ഉണ്ട്. ഇവിടെ ചെറിയൊരു ക്യാമ്പിംഗ് ഏരിയ, ഇത് കടൽ ഉണ്ടോ, മൗണ്ടൻ്റെ സൈഡിൽ കൂടെ. പിന്നെ നദാൻ അവിടെ കളിക്കുന്നു, ചെറിയൊരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ കയറിയതാണ്.